നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന സീസൺ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒളിച്ചോടി പോയവർക്കോ അവരുടെ ഫാമിലിക്കോ ഇല്ലാത്ത കുരുവും ചൊറിച്ചിലുമാണ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൊണ്ട് ഒളിച്ചോടി പോയായിരുന്നു. ആ പയ്യൻ്റെ മതം ഹിന്ദു ആയിരുന്നു, പെൺകുട്ടിയുടെ മതം മുസ്ലിം ആയിരുന്നു. ഇപ്പോൾ ഇവർ ഒളിച്ചോടിപ്പോയി. പെട്ടെന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കാൻ നേരത്ത് കുറേ ആൾക്കാരിരുന്ന് ഈ പെൺകുട്ടിയെയും ഈ പയ്യനെയും ഭയങ്കര രീതിയിൽ ഇരുന്ന് പ്രാകുകയാണ്. ഇവരെവിടം വരെ പോകാനാണ്? 6 മാസത്തിനുള്ളിൽ നമുക്ക് ദുരന്ത വാർത്ത കേൾക്കാം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ. അതുമാത്രമല്ല, ഈ പയ്യൻ, ഈ ഒളിച്ചോടിപ്പോയ പയ്യനല്ല, ആ പയ്യന് 2 കല്യാണം കഴിച്ചാണെന്നുള്ള രീതിയിൽ ഒരാളിരുന്ന് ഭയങ്കരമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒടുവിൽ അവർ തന്നെ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറഞ്ഞു, ഞാൻ 2 കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇതൊക്കെ വെറുതെ ആൾക്കാർ വെച്ച് തള്ളുന്നതാണ്, ഇത് ഫസ്റ്റ് മാരേജാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ ഈ മതത്തിൻ്റെ ഘടകമാണ് ഈ ആൾക്കാർ പൊള്ളലുണ്ടാക്കുന്നത്. അല്ലാതെ 2 പേര് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം. ഇപ്പോൾ മതമില്ലാത്ത 2 പേരാണ് ഒളിച്ചോടിയെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെ കിടന്ന് കുരുപൊട്ടാനും വരുന്നില്ല, കമൻ്റ് അടിക്കാനും പോകുന്നില്ല. ഇത് ഇവിടുത്തെ പ്രശ്നം മതമാണ്. പ്രത്യേകിച്ച് ഒളിച്ചോടുന്ന ആൺകുട്ടിയുടെ മതമല്ല പ്രശ്നം, എപ്പോഴും എല്ലാവരും നോക്കുന്ന പെൺകുട്ടിയുടെ മതം. ഈ കണ്ണൂരിൽ ഒളിച്ചോടിയത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒളിച്ചോടിയത് കണ്ട് ഇവർ കുരുപൊട്ടുന്നു, ബഹളം വെക്കുന്നു, ഭയങ്കര ചൊറിച്ചിൽ ബഹളം, ഇവർ അറിയാത്ത കാര്യങ്ങൾ വരെ ഈ പയ്യൻ 2 കെട്ടിയതാണെന്ന് വരെ അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പം മറ്റൊരു ചിത്രം ഞാൻ കണ്ടത്. അവരുടെ പ്രൈവസി മാനിച്ച് അവരുടെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതും ഒരു ഹിന്ദു മുസ്ലിം ഒളിച്ചോട്ട കല്യാണമാണ്. ഇതിൻ്റെ ചുമ്മാ ഞാൻ കമൻറ്റ് ബോക്സ് കയറി നോക്കി. ഈ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നേരത്തെ ഗംഭീര കമൻറ്റാണ് കിടക്കുന്നത്. ഞാനായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഈ കമൻറ്റ് ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചു വിടാം. നിങ്ങളുടെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റൊക്കെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന രസമായിരിക്കും കേട്ടോ. നല്ല കിടിലൻ കമൻറ്റാണ്. ഞാൻ ഓരോ കമൻറ്റ് ഇവിടെ വായിച്ചിട്ട് അതിനകത്ത് ആദ്യത്തെ ഒരു കമൻറ്റ് എനിക്ക് വായിക്കണമെന്ന് തോന്നിയത്, ഞാനൊരു കമൻറ്റ് ഇവിടെ വായിക്കാം കേട്ടോ. ഒരു വെറൈറ്റി കമൻറ്റാണ് ഞാൻ അതിനകത്ത് കണ്ടത്. ഒരു കമൻറ്റ് ഇങ്ങനെ. ഇതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദുവിൻ്റെ കൂടെ വീണ്ടും ഒളിച്ചോടിപ്പോയി. അവരുടെ കല്യാണം കഴിഞ്ഞ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ വന്നു. കുറേ ആൾക്കാർ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നൊരു വെറൈറ്റി കമൻറ്റ് ഞാൻ ആദ്യമേ വായിച്ചിട്ട് ബാക്കിയിലേക്ക് പോകാം. മുസ്ലിം കുട്ടികൾ മുസ്ലിം ചെക്കന്മാരെ തന്നെ കെട്ടുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ ആ പുള്ളിയുടെ അഭിപ്രായമായിരിക്കും. ഇതൊരു പെൺകുട്ടിയാണ് കേട്ടോ. അവരുടെ ഒരു പ്രൊഫൈലിലൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ശരീരം വൃത്തി മുസ്ലിം യുവാക്കൾക്ക് കൂടുതലാണ്. എല്ലാ ദിവസവും 2 നേരം കുളി എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ തന്നെ നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നാട്ടിലുള്ള ഈ പാവം ക്രിസ്ത്യാനികളും പാവം ഹിന്ദുക്കളും അല്ലെങ്കിൽ മതമില്ലാത്ത ആൾക്കാരും ഉണ്ടാകും. 2 നേരം കുളിക്കാത്ത ആൾക്കാരാണ്, വൃത്തിയില്ലാത്ത ആൾക്കാരാണ്. അതെന്താ പറച്ചിലാണെന്ന്, അതെന്താ പറച്ചില്ല. ആദ്യത്തെ കുരു ഉടൻ പൊട്ടട്ടെ, ഇനി അടുത്ത കുരു പൊട്ടിക്കുന്ന രീതിയിലുള്ള മാക്സിമം കമൻറ്റ് ഞാനിവിടെ വായിച്ചു വിട്ടേക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. മാക്സിമം 2 മന്ത്, അത് കഴിഞ്ഞ് വല്ല കയറിലോ ആറ്റിലോ കടലിലോ കിണറ്റിലോ കുളത്തിലോ കാണാം എന്നുള്ള രീതിയിലാണ് ഒരടക്കം. മാക്സിമം 2 മാസം. ഒളിച്ചോടിപ്പോയ കേസല്ലേ, മാക്സിമം 2 മാസം. അല്ലെങ്കിൽ കയറ്, കിണർ, ആറ്, കടൽ. 2025 തീരും മുൻപ് അവൻ നിന്നെ കുഴിയിലെത്തിക്കും, അടിപൊളി എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ്. സംഭവം കുരുപൊട്ടി കമൻ്റ് ഇടുന്നതാണ്. എന്നിട്ട് സ്മൈലിയൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. മതമില്ലാത്തവർക്ക് തട്ടം അലങ്കാരമാണ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയാണ് പുള്ളിക്കാരൻ വന്ന് കമൻ്റ് അടിക്കുന്നതെന്ന്. നമുക്ക് നോക്കാം ലാസ്റ്റ് അവൾ എവിടെയെന്ന്. നിങ്ങളെന്തിനാ നോക്കുന്നത്? നിങ്ങളെന്താ CCTV വല്ലതും വല്ലവൻ്റെ ജീവിതത്തിലേക്ക് പോയി നോക്കിയിരിക്കാൻ? ഒരാണും ഒരു പെണ്ണും കെട്ടി, അതിനപ്പുറം എന്താ? അത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ഡയറക്റ്റ് കല്യാണം കഴിക്കുന്ന പല കേസുകൾ നമ്മൾ കണ്ടു. ഈ അടുത്ത സമയത്ത് ഫോണിനകത്തൂടെ മുത്തലാക്ക് കൊല്ലുന്നു എന്ന്. അപ്പം അതെന്താ നിങ്ങൾക്ക് നോക്കണ്ടേ? അതിനെപ്പറ്റി സംസാരിക്കണ്ടേ? അതിനെപ്പറ്റി അഭിപ്രായം പറയണ്ടേ? ആരും എന്താ അഭിപ്രായം പറയാത്ത? ഇതിനകത്ത് വേറെ കമൻറ്റ്, മുസ്ലിം പയ്യൻ ഹിന്ദു പെണ്ണിനെ കെട്ടിയാലേ എല്ലാവരും പറയും മതം തോറ്റു, പ്രണയം ജയിച്ചു, അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നൊക്കെ. ഇത് നേരെ മറിച്ചായപ്പോഴോ നിന്റെ കഷ്ടകാലം അത് ഇത് എന്നൊക്കെ. ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സഹിക്കുന്നില്ലല്ലേ? എത്ര ഹിന്ദു പെൺപിള്ളേരെ മുസ്ലിം ബോയ്സ് ഇതുപോലെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത ചൊറിച്ചിൽ ഇപ്പോൾ ഒരുത്തനും വേണ്ട. ഇവിടെയും മതം തോറ്റു, പ്രണയം ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി എന്നുള്ള രീതിയിലൊരു കമൻ്റ് ഉണ്ട്. ഇതിനകത്തൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ഈ കായംകുളത്ത് ഒരു ജാർഖണ്ഡിൽ നിന്നുള്ളൊരു പെണ്ണും ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി ഹിന്ദുവും പയ്യൻ മുസ്ലിമുമായിരുന്നു. അവിടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കായംകുളത്ത് വന്നിട്ട് നമ്മുടെ പോലീസ് അവർക്ക് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തു. DYFI അവരുടെ കല്യാണത്തിനൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ കായംകുളം പള്ളിയിൽ വെച്ച് കല്യാണം നടത്തിയിരുന്നു അവരുടെ. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുക്കളും വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, ഇത് ലവ് ജിഹാദാണെന്നൊക്കെ പറഞ്ഞിട്ട്. കുരിപൊട്ടിക്കുന്നവരുടെ എണ്ണം ഒരു ഭാഗത്ത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇസ്ലാമിനെ അറിഞ്ഞു ഇഷ്ടപ്പെടുന്നവർ നിൽക്കട്ടെ, അല്ലാത്തവർ അവരുടെ ഇഷ്ടത്തിന് പോകുന്നതിൽ എന്താണ് തെറ്റ്? കാണാൻ ചേലുണ്ടായിട്ടെന്താ?
കാര്യം മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസം ഇല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? മൃഗങ്ങളെപ്പോലെ ജീവിതം ഉറച്ചതാവണം ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ. ഹിപ്നോട്ടിസത്തിലൂടെ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന നാറുകൾ എന്നുള്ള രീതിയിലാണ്. അതിപ്പം സംഭവം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റേ സാധനമല്ലേ, ഇങ്ങനെ ടാട്ടുന്ന സാധനം കാണിച്ചിട്ട് പെൺകുട്ടികളെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും അവർ ഇറങ്ങിപ്പോയാണ്. ഏതാണ് ഇതൊക്കെ? ഏത് നൂറ്റാണ്ട്? നന്നായി ജീവിക്കുക എന്നുള്ള ഒരാൾ കമൻറ്റ്. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും അനുവാദമില്ലാതെ അവരുടെ മനസ്സ് വേദനിപ്പിച്ച് കൊണ്ട് എന്ത് എന്നുള്ള രീതിയിൽ. ഇപ്പം ഇത് പക്ഷേ തിരിച്ച് ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. തിരിച്ചിപ്പോൾ കായംകുളത്തെ കേസില്ലേ, ജാർഖണ്ഡിൽ നിന്ന് അവർക്കൊരു അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. എന്നിട്ട് കേരള സ്റ്റോറി എന്ന് തന്നെയല്ലേ ഇവിടെ മലയാളികളെല്ലാം പറഞ്ഞ്. എന്നിട്ട് എന്താ ആരും അവരുടെ അച്ഛനും അമ്മയുടെയും മനസ്സ് വേദനിച്ചില്ല പെൺകുട്ടിയുടെ എന്നാരും ചോദിക്കാൻ? അവരിവിടെ വന്നപ്പോൾ കേരള സ്റ്റോറി എന്നല്ലേ എല്ലാവരും പറഞ്ഞു. അതെന്താ സ്റ്റോറിയാണ്? എന്നിട്ട് അവർക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. ഇനി അടുത്തത്, മുസ്ലിം ചെറുപ്പക്കാർ കഞ്ചാവും MDMA ഉപയോഗിച്ച് നടക്കുന്നു, ഹിന്ദു ചെറുപ്പക്കാർ മുസ്ലിം പെൺകുട്ടികളെയും കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു എന്നുള്ള രീതിയിൽ. അതിനെന്താ പ്രശ്നം? ഓൾക്ക് പോയി എന്നുള്ള രീതിയിൽ. സെക്യുലർ കമൻറ്റ് ബോക്സ് ഫ്രം കേരള. ഇതിനകത്ത് കോമഡി കഴിഞ്ഞ ദിവസം കണ്ണൂർ കേസല്ലേ, ആ ഒളിച്ചോടിയ കേസ്, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര വൈറലായിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടം വരെ പോകാനാണ് എന്നുള്ള രീതിയിൽ വേറൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കയറ്, തെങ്ങ്, കുളം, കടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടു. ഈ പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കാൻ നേരത്ത് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സെക്യുലർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അമ്മാതിരി സെക്യുലർ ടീമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മതേതരനാണ് എന്ന് നെറ്റിയിലൊട്ടിച്ച് നടക്കുന്ന ടീമിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ് ഇവന്മാരായിരിക്കും വർഗീയത പബ്ലിക്കായിട്ട് പറയുന്നത്. ഇത് പഞ്ചാര ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടിയാണ്. മനസ്സിലായില്ലേ? മതേതര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ തന്നെയാണ്. പച്ച വർഗീയത അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും, എന്നിട്ട് നടുക്ക് നിന്നിട്ടല്ലേ മുട്ടനാടിനെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന പരിപാടിയാണ് സംഭവം. നമ്മുടെ കേരളത്തിൽ ഒരു പാർട്ടിയും മതേതര പാർട്ടിയില്ല. ഈ നാട്ടിൽ എല്ലാ പാർട്ടിയും മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തി ജാതി നേതാക്കന്മാരുടെ വീട്ടിൽ പോയി വോട്ടും ചോദിച്ച് തന്നെയാണ് ഇവിടെ വോട്ട് പിടിക്കുന്നത്. ഒരു മതേതര പാർട്ടിയില്ല. മതത്തിൻ്റെ വോട്ട് ബാങ്ക് ശക്തമായ രീതിയിൽ ഒരുമിച്ച് കിട്ടുന്ന വോട്ടിന് വേണ്ടി ഇവിടെ പല ആൾക്കാരും പല പരിപാടിയും കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങളാണ് ഇവിടെ മതേതരം കാത്തു സൂക്ഷിക്കുന്നത്. ഉണ്ടയാണ്. ഇവിടെ ഒരു മതേതരം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് പണിയെടുത്തിരുന്നെങ്കിൽ വർഗീയ ശക്തികൾ രാജ്യത്തും ഇന്ത്യയിലും വളരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരുത്തിയ മുസ്ലിം യുവാവ് കല്യാണം കഴിച്ചപ്പോൾ സംരക്ഷണം കൊടുത്ത കേരളത്തിലെ കോമരങ്ങളുടെ കമൻറ്റാണ് താഴെ. ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആഹാ, ബട്ട് അങ്ങോട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ. ഇത് രണ്ട് സൈഡിലുണ്ട് കേട്ടോ, അത് കൃത്യമായിട്ട് പറയാം. അടുത്തത്, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് തലയിൽ തട്ടമിട്ടാൽ മുസ്ലിം ആവുമെന്ന്. എന്നാൽ അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം. എനിക്ക് ഉറപ്പുണ്ട് അവൾ മുസ്ലിം അല്ല. ഇത് ഇവർ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും അല്ലെങ്കിൽ അവരുടെ SSLC +2 എല്ലാ സർട്ടിഫിക്കറ്റിലും അവർ മുസ്ലിമാണ്. ഈ പുള്ളിക്കാരനൊക്കെ ആരാ അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാൻ? എനിക്ക് കേട്ടപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ. ഹിന്ദുക്കളെ കല്യാണം കഴിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയും ഇതുപോലെ തീവ്രവാദി ആക്കിയിട്ടില്ല. ഹിന്ദുക്കളെ കല്യാണം കഴിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയും ഇതുവരെ തീവ്രവാദി ആക്കിയിട്ടില്ല എന്നുള്ള രീതിയിലൊരു കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ അത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 4 കേസ് ഓൾറെഡി റിപ്പോർട്ടുണ്ട്. PC പറയുന്ന 400 കേസൊന്നും എനിക്കറിയത്തില്ല. ഒരു 4 കേസുണ്ട്. അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട്. അവർ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ ജോലി ചെയ്ത് കൃത്യമായി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതിനിടയിൽ ഒരു ചെറിയ ശതമാനം തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട് അത്ര പൂങ്കാവനമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള പരിപാടിയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയൊക്കെ ഈ മതപഠനശാലയിൽ കൊണ്ടുപോയി. അതിൻ്റെ ഒരു കേസാണ് നിമിഷ ഫാത്തിമ. ഈ കാസർഗോഡ് മതപഠനശാലയിൽ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോഴും അവിടെ കിടന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അയ്യൂബ് എന്ന് പറയുന്ന ഒരാൾ പ്രോപ്പറായിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ അത് വായിച്ചിടാം. മതം ഇവിടെ ചർച്ച ചെയ്യും ചില വിഡ്ഢികൾ. നിങ്ങൾ മതപരമായി ജീവിച്ചാൽ മതി. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ടാവും. അതുപോലെ ജീവിക്കട്ടെ. അതിനും സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അയ്യൂബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ പുള്ളിയുടെ കമൻറ്റാണ് ഈ മുകളിൽ കിടക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു മറുപടി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുമ്മാ കടന്നു കയറാൻ നിൽക്കരുത്. സ്വന്തം വീട്ടിലെ കാര്യം നോക്കാതെ. എന്തായാലും ഈ പെൺകുട്ടികളുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ഈ കമൻ്റൊക്കെ ഇടുന്നത്. ആ സ്നേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ കമൻറ്റിൽ തന്നെ അതെല്ലാം അവിടെ ഇവിടെ ഒളിഞ്ഞും പാത്തുമൊക്കെ കിടപ്പുണ്ട്. എന്തിൻ്റെ പേരിലാണ് ഈ ആൾക്കാർ കുഴിപൊട്ടിക്കുന്നത്? എന്തിൻ്റെ പേരിലായിരിക്കും ഇവരെല്ലാം കുഴിപൊട്ടിക്കുന്നത്? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ആ പോയവർക്ക് പ്രശ്നമില്ല. പോയവരുടെ ഫാമിലി എവിടെയും വന്ന് കമൻറ്റ് ഇടുന്നില്ല. ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കമൻറ്റ് ഇടുക.